എന്താ വന്നത്? ഇവിടുത്തെ തമ്പുരാട്ടിയെ ഒന്ന് കാണാൻ വന്നതാ. എന്തിന്? അല്ല, ഇവിടെ ആളെ തട്ടിക്കൊണ്ടുപോകാനും ബലമായി കല്യാണം നടത്താനുമൊക്കെ കൊട്ടേഷൻ എടുക്കുന്നുണ്ടെന്ന് കേട്ടു. എന്നാ പിന്നെ അതൊന്നറിയാമെന്ന് വിചാരിച്ചു വന്നതാ. അതെ, ഈ തട്ടിക്കൊണ്ടുപോകൽ മാത്രമല്ല, വേണ്ടി വന്ന കൊല്ലാൻ കൊട്ടേഷൻ എടുക്കും. കാണോ? എന്നാ പിന്നെ കണ്ടുകളയാം. നിനക്ക് പറ്റുന്ന ഒന്ന് ചെയ്തു നോക്ക്. അതെ, മഹേന്ദ്രൻ അങ്ങനെ വെറും വാക്ക് പറയില്ല. കൊല്ലൂന്ന് പറഞ്ഞാ കൊന്നിരിക്കും. വെറുതെ തടികേടാക്കാതെ സ്ഥലം വിടാൻ നോക്ക്. ചാവാൻ കണക്കാക്കി നടക്കുന്ന എന്നെ നീ എന്ത് ചെയ്യാനടാ? കാണണോ? ചുമ്മാ ഓലപ്പാമ്പ് കാണിക്കാതെ മാറട ചക്ക. എനിക്ക് കാണേണ്ടത് നിന്നെയല്ല, അവളെയാ, ആ കലാവതിയെ. അകത്തേക്ക് പോവാൻ ഞാൻ സമ്മതിക്കില്ല. വിടടാ. ഒരിക്കൽ ഒരുത്തനെ കൊന്ന് അറപ്പ് മാറിയ കയ്യ ഇത്. വെറുതെ ബലം പ്രയോഗിക്കാൻ നിൽക്കല്ലേ മഹേന്ദ്ര. കൈയിടറാം, കൈയിടറാം. കള്ളനും കൊലപാതകിക്കും എന്താ കലാവതിയുടെ വീട്ടിൽ കാര്യം? കള്ളനല്ല, പിന്നെ കലാവതിയെ പോലെ കള്ളത്തരം കാണിച്ച് ശീലവുമില്ല. പിന്നെ കൊലപാതകം അത് ചെയ്തതാ. ഈ കൈകൊണ്ട് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി നിവർത്തി കെട്ടപ്പോൾ ചെയ്തു പോയതാ. ഞാൻ അങ്ങനെയാ. എനിക്ക് വേണ്ടപ്പെട്ടവർക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമെന്ന് തോന്നിയ എന്തും ചെയ്യും ഞാൻ. എന്നാ പിന്നെ അനന്തകൃഷ്ണന് ചെയ്യാനുള്ളതൊക്കെ അങ്ങ് ചെയ്യ. ആയുധങ്ങൾ എന്തെങ്കിലും ഉണ്ടോ കയ്യില്? കുറഞ്ഞ പക്ഷം ഒരു കത്തിയെങ്കിലും കരുതായിരുന്നു. ഇപ്പൊ ഒന്നും കരുതിയിട്ടില്ല. പക്ഷെ വേണ്ടി വന്നാൽ ഞാൻ അതുകൊണ്ട് ഒരു പ്രാവശ്യം കൂടി വരും. എന്നെ കൊണ്ടത് ചെയ്യിക്കരുത്. അതൊന്ന് പറഞ്ഞിട്ട് പോകാനാവുന്നത്. അതെ, ഞാൻ മക്കളെ പോലെ കാണുന്ന കുട്ടികളെയാ നീ പിടിച്ചുകൊണ്ടുപോയി വിലപേശിയത്. ഇനി അതുപോലെ എന്തെങ്കിലും ആവർത്തിച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വേണ്ടപ്പെട്ടവർക്ക് വേദനിച്ചു എന്നറിഞ്ഞാൽ അതിന്റെ കാരണക്കാർ ആരായാലും അവസാനിപ്പിക്കും ഞാൻ. ഇങ്ങനെ കൊല്ലും തിന്നുന്നൊക്കെ പറഞ്ഞ് പലരും പേടിപ്പിച്ചിട്ടുള്ളതാ എന്നെ. അപ്പോഴൊക്കെ ദാ ഇങ്ങനെ കരിങ്കല്ല് പോലെ നിന്നിട്ടുണ്ട് കലാവതി. പിന്നെ താൻ ഈ മക്കളെ പോലെ കാണുന്ന ഈ സെന്റിമെന്റ്സ് മക്കളെ പോലെയല്ലേ, അല്ലാതെ മക്കളല്ലല്ലോ. അതല്ല, ഇനി വല്ല കൂട്ടുത്തരവാദിത്വം ഉണ്ടായിരുന്നോ ചന്ദ്രസേനനുമായിട്ട്? ദേഹത്ത് തൊട്ടാ വെട്ടും ഞാൻ നിന്റെ കയ്യ. വെട്ടിക്കളവന്. കത്തിയുടെ വായ്ത്തലക്കല്ല, കത്തി പിടിക്കുന്ന കൈക്കാ മൂർച്ച വേണ്ടത്. അത് നിനക്കും നിന്റെ ചേച്ചിക്കും ഇല്ല. മേലിൽ മണവാളനാകാനുള്ള മോഹവുമായിട്ട് നീ അമൃതയുടെ തുന്നാനെ വരരുത്. വന്നാ നിന്നെ തീർക്കാൻ എനിക്ക് വെട്ടുകത്തിയുടെ ഒന്നും ആവശ്യമില്ല.
കൈത്തഴമ്പ് മതി. ഇനി ഒരു കൊലപാതകത്തിന് കോപ്പ് കൂട്ടും മുമ്പ് താൻ പോവും അനന്തകൃഷ്ണ, പഞ്ചരത്നം വിട്ട്. ഈ നാട് വിട്ടോടും താൻ. കണ്ടോ, അതെന്റെ മിടുക്കായിരിക്കും. പിന്നെ കല്യാണം, അതും താൻ കണ്ടോ? അമൃതയ്ക്ക് വേണ്ടി താലി പണിയിച്ച് വെച്ച് കഴിഞ്ഞു എന്റെ അനിയൻ. അത് അമൃതയുടെ കഴുത്തിൽ കെട്ടാൻ ഒത്തില്ലെങ്കിൽ കെട്ടാ ചരക്കായി നിൽക്കും ആയുഷ്കാലം അമൃത. നടക്കില്ല കലാവതി. നിന്റെ ഇത്തരം മോഹങ്ങളൊന്നും നടക്കില്ല. എന്റെ മകന്റെ കൊക്കിന് ജീവൻ ഉള്ളിടത്തോളം കാലം അമൃത അവന്റെ കയ്യിൽ സുരക്ഷിതയായിരിക്കും. അതുകൊണ്ട് അമൃതയെ കണ്ട് പനിക്കണ്ട മഹേന്ദ്ര നീ. അതുകൂടി പറയാനാ ഞാൻ വന്നത്. ഒക്കെ വച്ചുകെട്ടി അവസാനിപ്പിക്കുക കലാവതി. പകയും പകരം വീട്ടലും സ്വസ്ഥത കെടുത്തും ഇരു കൂട്ടരുടെയും. അനന്തകൃഷ്ണ, മോഹിച്ച കാര്യം വേണ്ടെന്ന് വെച്ചിട്ട് കിട്ടുന്ന സ്വസ്ഥത എനിക്ക് വേണ്ട. കലാവതി ഒരു കാര്യം തീരുമാനിച്ച തടസ്സങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയെന്നിരിക്കും, പക്ഷേ തടുത്തു നിർത്താൻ പറ്റില്ല. അത് പകയായാലും പകരം വീട്ടലായാലും. ഇത്രയും കാലം ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ടായിരുന്നു അഭി. അമ്മ കാണിച്ചു തന്ന വഴി, ദേവമ്മ വളർത്തിയ രീതി, അതൊക്കെ പിന്തുടർന്നിട്ടുണ്ട് ഞാൻ. ഉണ്ണാനും ഉടുക്കാനും ഇല്ലാതെ കഷ്ടപ്പെട്ടു. അനിയത്തിമാരുടെ ഭാവി ഓർത്ത് പഠിത്തം വരെ ഉപേക്ഷിച്ചു. കൂടെ പഠിച്ച പലരെയും വഴിയിലൊക്കെ വെച്ച് കാണാറുണ്ട്. എല്ലാരും വലിയ ജോലിക്കാരാ. എന്റെ ഈ അവസ്ഥ കണ്ട് സഹതപിക്കും ചിലര് കളിയാക്കും ദേഹണ്ണക്കാരിന്ന് വിളിച്ച്. എനിക്കതിൽ സങ്കടമൊന്നുമില്ലാട്ടോ. ഒക്കെ എന്റെ കുടുംബത്തിന് വേണ്ടിയല്ലേ. ഇപ്പൊ എന്താ ഇങ്ങനെ ഒരു വിഷമം? എന്തു പറ്റി? ഒന്നും പറ്റിയില്ല, പക്ഷേ എന്തോ ഒരു ശൂന്യത മനസ്സിലാ. അനീതിമാരൊക്കെ അകന്നു പോകുന്നത് പോലെ. അല്ലെങ്കിലും എന്നും അവരെ തന്റെ ചിറകിനടിയിൽ സൂക്ഷിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചോ? ഓരോരുത്തരും ഓരോ വ്യക്തികളല്ലേ, അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്. എന്ത് സ്വാതന്ത്ര്യത്തിന് അവർക്ക് കുറവ്? ഞാൻ അവർക്ക് ഒന്നും നിഷേധിച്ചിട്ടില്ല. പക്ഷേ ദുസ്വാതന്ത്ര്യം എടുത്താലോ അഭി? എന്റെ അനുവാദം കൂടാതെ സ്വന്തം ഇഷ്ടത്തിനല്ലേ ആതിര ആരാധ്യം കൂടെ ഇതെല്ലാം ചെയ്തു കൂട്ടിയത്. ഒരു വാക്ക് എന്നോട് ചോദിക്കാൻ അവർക്ക് തോന്നിയില്ലല്ലോ. ഇതാണോ വലിയ കാര്യം? തനിക്ക് വേണ്ടി തന്നെയല്ലേ അവരാ ചെയ്തത്? ആയിരിക്കും. അത് പക്ഷേ ഞാനറിയണ്ടേ? വേണ്ട, താൻ അറിഞ്ഞാലേ താൻ സമ്മതിക്കില്ലെന്ന് കുട്ടിയൊക്കെ നന്നായിട്ടറിയാം. എന്നിട്ടിപ്പോ എന്തായി? വലിയ അപകടത്തിൽ നിന്നല്ലേ കഷ്ടിച്ച് രക്ഷപ്പെട്ടത്. എന്തെങ്കിലും സംഭവിച്ചു പോയിരുന്നെങ്കിൽ എങ്ങനെ സഹിക്കുമായിരുന്നു? ഒന്നും സംഭവിച്ചില്ലല്ലോ. ഇനി അതെല്ലാം മറക്കാം. പക്ഷേ ഇനിയും പല കാര്യങ്ങളിലും അവരിങ്ങനെ എടുത്തുചാട്ടം കാണിക്കും. മറ്റുള്ളവരൊക്കെ അതിന് കൂട്ടു നിൽക്കുകയും ചെയ്യും. ഞാൻ ഒറ്റപ്പെട്ടു പോവും അഭി. തീർത്തും ഒറ്റയ്ക്കായി പോകും. ഞാൻ ഉള്ളപ്പോഴോ? ഞാൻ ജീവനോടുള്ളപ്പോ ഒറ്റപ്പെടില്ല, ഒറ്റയ്ക്കാക്കില്ല തന്നെ. രാവിലെ അഭിയുടെ അച്ഛൻ എന്നോടൊരു കാര്യം ചോദിച്ചു. എന്ത്? എന്നെ കല്യാണം കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ടല്ലേ മഹേന്ദ്രൻ ഇതൊക്കെ ചെയ്തു കൂട്ടുന്നേന്ന്. എന്റെ അഭിയുടെയും കല്യാണം നടന്ന അവന്റെ ഉപദ്രവം തീരില്ലേ എന്ന്. എന്നിട്ട് താനെന്ത് മറുപടി പറഞ്ഞു? ഞാനെന്ത് പറയാൻ? ഈ ചോദ്യം പലരിൽ നിന്നും കേൾക്കാൻ തുടങ്ങിയിട്ട് ദിവസം കുറച്ചായല്ലോ. പറയാനാണെങ്കിൽ ഒരു മറുപടി ഇല്ലതാനും. മറുപടി ഉണ്ടല്ലോ. എന്റെ അച്ഛനെന്ന് പറയുന്ന ആ മനുഷ്യന്
എന്ന് പഞ്ചരത്നത്തിൽ നിന്ന് ഇറക്കി വിടുന്നോ അന്ന് നമ്മുടെ കല്യാണം നടക്കും. തനിക്ക് ആരോടെങ്കിലും ഈ മറുപടി പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം. അയാളുടെ മുഖത്ത് നോക്കി പറയണമെങ്കിൽ അതും ആവാം. അല്ല, വേണ്ട, ഒന്നും വേണ്ട. ഞാൻ ഒന്ന് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. അയാളുടെ ഉള്ളിലിരിപ്പ് എനിക്ക് നന്നായിട്ടറിയാം. നമ്മുടെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ തന്നോടുള്ള സ്നേഹത്തിന്റെ അടുപ്പത്തിന്റെയും പേരും പറഞ്ഞ് എന്റെ വീട്ടിലും കയറി ഇറങ്ങി നടക്കാമല്ലോ. അയാൾക്ക് പഴയ ബന്ധം സ്ഥാപിക്കുകയും ചെയ്യാം, ഇനിയുള്ള കാലം സുഖമായിട്ട് ജീവിക്കുകയും ചെയ്യാം. പക്ഷെ അയാൾ ഈ ചെയ്തതിൻ്റെയൊക്കെ പേരിൽ ഒരു ജന്മം മുഴുവൻ കരഞ്ഞൊരാൾ എന്റെ വീട്ടിലുണ്ടെന്നുള്ള കാര്യം താൻ മറന്നുപോകരുത്. ഒരച്ഛന്റെ സ്നേഹം കിട്ടാതെ പോയ 2 മക്കളെ പൊന്നുപോലെ നോക്കി എന്റെ അമ്മ. എന്റെ അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും ഞാൻ ചെയ്യില്ല. ശരി, അത് വിട്ടേക്ക്. ഇനി അക്കാര്യം പറഞ്ഞ് നമ്മൾ തമ്മിൽ വഴക്ക് വേണ്ട. പുറമെ പിണങ്ങിയാലും വാശി കാണിച്ചാലും ഉള്ളിലെ സ്നേഹം അവിടെ തന്നെ ഉണ്ടാവുമല്ലോ. ഇത്രയൊക്കെ ആയിട്ടും താൻ അയാളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന എനിക്ക് മനസ്സിലാവാത്തത്. അഭി അച്ഛനെ വെറുക്കുന്നത് പോലെ എനിക്ക് വെറുക്കാനാവില്ല മനുഷ്യനെ. അത്രയ്ക്ക് കടപ്പാടുണ്ട് എനിക്ക് കൃഷ്ണേട്ടനോട്. ഇതിൽ കൂടുതൽ ഞാൻ എന്താ പറയാ? ഞാൻ പോവാ. ആഹാ, മോളിത് എവിടെ പോയിട്ട് വരിക? കുറച്ച് അത്യാവശ്യങ്ങളുണ്ടായിരുന്നു. എത്ര നാളെന്ന് വെച്ചാ ഈ നടപ്പും ബസ് കയറിയുള്ള പോക്കും ഒക്കെ? ഒരു കാർ എടുക്കണം മോളെ, അത് അത്യാവശ്യമാ അല്ലേ? അതെ. അമൃത ഒരു വാക്ക് പറയട്ടെ, കാർ ഞാൻ വാങ്ങിച്ചു കൊടുക്കാം. എന്നോട് അങ്ങനെ ഒരു സിമ്പതിയും കാണിക്കേണ്ട ഒരു കാര്യവും നിങ്ങൾക്കില്ല. നടന്നു വിയർത്ത ഇവിടം വരെ എത്തിയത്. ഇനി അങ്ങനെ തന്നെ മതി. മോളോടുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞേ ഉള്ളൂ. സ്നേഹമൊക്കെ ഒരുപാട് അനുഭവിച്ചറിഞ്ഞവളാ ഞാൻ. അതുകൊണ്ട് ഈ നാടകം കളി ഒന്ന് നിർത്ത്. ആഹാ, അയ്യോ, ഇത് നാടകമൊന്നും അല്ല മോളെ. നിന്നെ അനിയത്തിമാരെയും പലതരത്തിലും ഞാൻ ബുദ്ധിമുട്ടിച്ചിട്ടില്ല എന്ന് പറയുന്നില്ല. പക്ഷേ അതിന് നീ ഒരാൾ മാത്രമാണ് കാരണം. ഞാനോ? ഞാൻ നിങ്ങൾക്ക് എന്ത് ദ്രോഹം ചെയ്തു? എനിക്കല്ല ദ്രോഹം ചെയ്തത്, ദേ ഇവനാ. ഇവൻ കാണിക്കുന്ന സ്നേഹം തിരിച്ചു കൊടുക്കാത്തത് ഒരു തരത്തിൽ ദ്രോഹമല്ലേ? അമൃത, എന്റെ മനസ്സിൽ മുഴുവൻ നീയാണ്. കഴിഞ്ഞ എല്ലാം നമുക്ക് മറക്കാം, എന്നിട്ട് ഒന്നിച്ചൊരു ജീവിതം തുടങ്ങാം. മോളൊന്ന് ആലോചിച്ചിട്ട് സമ്മതം മൂളിയാ മതി. പിന്നെ ഒരു ശല്യത്തിനും കലയമ വരില്ല. അതെ, ഞാൻ പലവട്ടം പറഞ്ഞത് ഇനി ആവർത്തിക്കണോ? എനിക്ക് ഒരു തരത്തിലും ഇയാളെ ഇഷ്ടപ്പെടാൻ കഴിയില്ല. സത്യം പറഞ്ഞാ ഈ മുഖം കാണുന്നത് തന്നെ എനിക്ക് വെറുപ്പാ. ഈ വെറുപ്പ് അഭിമന്യുവിനെ കണ്ടിട്ടല്ലേ? നടക്കില്ല അമൃതേ, അവന്റെ ഒപ്പം നീ ജീവിക്കില്ല. ഈ ഭീഷണിപ്പെടുത്തല എന്നെ വാശി പിടിപ്പിക്കുന്നെ. ഞാൻ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അത് അഭിമന്യുവിനെ മാത്രമായിരിക്കും. അപ്പോ ഈ ജന്മത്ത് നിനക്ക് കല്യാണം നടക്കില്ല. ഇത് ഭീഷണിയൊന്നുമല്ല, പരമമായ സത്യം. അവസാനമായിട്ട് ഒന്നുകൂടെ സംസാരിച്ച് നോക്കാമെന്ന് കരുതിയെന്നേ ഉള്ളൂ. ഇനിയെല്ലാം ഞാൻ വിധിക്കുന്ന വിധി. കൃഷ്ണേട്ടാ, പുറത്തു പോയിട്ട് വന്നപ്പോ മുതൽ ഞാൻ ശ്രദ്ധിക്കാം, വല്ലാത്തൊരു ടെൻഷൻ കൃഷ്ണേട്ടന്റെ മുഖത്ത്. എന്താ കാര്യം? ഒന്നുമില്ല മോളെ. ഒന്നുമില്ലെന്ന് പറഞ്ഞ പോരല്ലോ, എന്തോ കാര്യമായിട്ട് ഉണ്ടായിട്ടുണ്ട്. കൃഷ്ണേട്ടന്റെ മുഖം കണ്ടാൽ അറിയാം. എന്താ പറ്റിയത്? ഒക്കെ മോൾക്ക് തോന്നുന്നതാ. ഞാൻ വെറുതെ ഓരോന്ന് ആലോചിച്ചിരുന്നേ ഉള്ളൂ. കള്ളം. ഞാൻ കൃഷ്ണേട്ടനെ കാണാൻ തുടങ്ങിയിട്ട് നാളൊരുപാടായില്ലേ? കാശിന്റെ പ്രശ്നം വല്ലതാണോ?
എന്റെ കയ്യിലുണ്ട്, ഞാൻ തരാം. എനിക്ക് കാശിന്റെ എന്താവശ്യം വരാനാ മോളെ? അതൊക്കെ വീടും കുടുംബവും ഉത്തരവാദിത്വം ഉള്ളവർക്കല്ലേ. എനിക്കതൊന്നും ഇല്ലല്ലോ. 3 നേരം കഴിക്കണം, കിടക്കാൻ ഒരു സ്ഥലം വേണം. അത് രണ്ടും ഇവിടെ ഉണ്ടല്ലോ. എനിക്ക് മനസ്സിലായി, അഭിയേട്ടനെ അച്ചുവിനെ ഓർത്തുള്ള പ്രയാസാണല്ലേ. അതൊക്കെ മാറും, നമുക്ക് മാറ്റാം. അവരെ ഓർത്ത് പ്രയാസപ്പെടാൻ എന്തിരിക്കുന്നു? ഞാൻ കുടുംബം നോക്കാതെ നടന്ന കാലത്തും ജയിലിൽ കിടന്നപ്പോഴും ഒരു കുറവും വരുത്താതെ അഭിമന്യു വീട് നോക്കിയില്ലേ? ഇപ്പോഴും അവരെല്ലാം സുഖമായി കഴിയുന്നു. അവര് സുഖമായി കഴിയുന്നത് കാണുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്കെന്താ? പിന്നെ ഇപ്പൊ എന്താ പ്രശ്നം? മോൾക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. നമ്മുടെ ഇടയിൽ ചില വിഷപ്പാമ്പുകളുണ്ട്. അവറ്റകളെ നോവിച്ചു വിടാൻ പാടില്ല. നോവിച്ചാൽ പിന്നെ കൊന്നുകളയണം, അല്ലെങ്കിൽ തക്കം പാർത്തിരുന്ന് പ്രതികാരം ചെയ്യും. എനിക്ക് മനസ്സിലായില്ല. ഇപ്പോ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഞാൻ പറഞ്ഞതുപോലെ ഒരു വിഷപ്പാമ്പിനെ ഞാനൊന്ന് നോവിച്ചു. അതുകൊണ്ട് നന്നാവുകയാണെങ്കിൽ നന്നാവട്ടെ എന്ന് കരുതി. ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നത് അതൊരബദ്ധമായെന്ന്. പറഞ്ഞാൽ മനസ്സിലാകുന്ന ഇനമല്ല. വൈരാഗ്യം തോന്നിയാൽ എന്തും ചെയ്യും. അത് ഓർക്കുമ്പോ ഉള്ളിൽ ചെറിയൊരാന്തൽ. കൃഷ്ണേട്ടൻ ഇത് ആരുടെ കാര്യം പറയുന്നേ? തൽക്കാലം മോളിത്ര അറിഞ്ഞാൽ മതി. ബാക്കി സമയമാകുമ്പോൾ ഞാൻ പറയാം. മോളെ, സൂക്ഷിക്കണം. പുറത്തൊക്കെ പോകുമ്പോൾ പ്രത്യേകിച്ചും. എന്തും ചെയ്യാൻ മടിയില്ലാത്ത പിശാചുക്കൾ പുറത്തുണ്ടെന്ന് ഓർക്കണം. കാണുന്നില്ലല്ലോ. ദേ, സമയം 10 കഴിഞ്ഞു. ഈ വഴിക്ക് തന്നെയല്ലേ ഈ നേരത്തെ അവന്റെ വരവ്? അതെ ചേച്ചി, ഷോപ്പിലേക്കുള്ള വരവാ. ഏതാണ്ട് 10-നും 10:15 ഇടയ്ക്ക്. കുറച്ച് നാളായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നേ. ചെറുതായിട്ട് മതിയോ അതോ കാര്യമായിട്ട് വേണം? ഒന്ന് തട്ടിയിട്ടാ മതി. കുറഞ്ഞത് ഒരു 3 മാസം കിടന്ന കിടപ്പ് കിടക്കണം. ചത്തങ്ങാണം പോയല്ലോ. ആ, അതപ്പോഴല്ലേ. ഇനിയിപ്പൊ അബദ്ധത്തിലെങ്ങാനും പറ്റിയാലും ഒരു ആക്സിഡന്റ്. വണ്ടിയല്ലേ, തട്ടിയെന്ന് മുട്ടിയെന്നൊക്കെ വരും. അത് ശരിയാ. പക്ഷേ തട്ടുന്ന നമ്മുടെ കാറാകുമ്പോഴാ പ്രശ്നം. ആര് കേട്ടാലും സംഗതി മനഃപൂർവ്വന്നേ പറയൂ. പറയട്ടെ, കേസ് വരാതെ ഞാൻ നോക്കിക്കോളാം. ദേ, അവൻ വരുന്നുണ്ട്. നീ വണ്ടി എടുക്ക്. ചെല്ലണോ? നമ്മളാണെന്നറിയില്ലേ? അറിയണം, അറിയിക്കണം. തന്തയെ പറഞ്ഞുവിട്ട് നീ എന്നെ ഭീഷണിപ്പെടുത്താൻ നോക്കിയല്ലേ? അങ്ങനെയൊന്നും പേടിക്കുന്നവളല്ല കലാവതിയെന്ന് ചെന്ന് പറഞ്ഞേരാ അങ്ങരോട്.
ഇത് അയാൾക്ക് നിനക്കുള്ളൊരു വാണിങ്ങാ. ഇനി എന്റെ പിന്നാലെ വന്നാ ഇതായിരിക്കില്ല എന്റെ മറുപടി. വണ്ടി കേറ്റി ഇറക്കും നിന്റെ നെഞ്ചത്തൂടെ.